ഞാൻ ഇവിടെ കിടന്നാ ടെൻഷൻ ആവാടാ. എൻ്റെ ആ മറ്റേ പൈസ ഉണ്ടല്ലോ, അത് ഇവിടെ ഇരിപ്പുണ്ടെന്നേ ആരോ അറിഞ്ഞിട്ട് വന്നതാ. ഇനി അവൻ വരും ഇവിടെ. ക്യാമറ വെച്ചാലോ? എടുത്തോണ്ട് പോയിട്ടെ, ക്യാമറ നോക്കിയിട്ട് കാര്യമില്ലല്ലോടാ. എടുത്തോണ്ട് പോവാതിരിക്കാനുള്ള വഴിയാ നോക്കണ്ട. സെക്യൂരിറ്റി വല്ലതും വെച്ചാലോ? അത് വേണ്ട, അത് ആളുകൾക്ക് കൂടുതൽ ഡൗട്ട് ആവും. വേറെ എന്തുവാ വഴി? ആ നായിൻ്റെ മോനെ എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ. യെസ്, നായിൻ്റെ മോൻ, പട്ടി. നമുക്കൊരു പട്ടിയെ വാങ്ങിയാലോ? കൊച്ചിയിൽ പെറ്റ് ഷോപ്പ് നടന്നേ എൻ്റെ ഒരു കട്ടച്ചൻ കൂട്ടുകാരുണ്ട്. അവനെ കോണ്ടാക്ട് ചെയ്യട്ടെ, ഞാൻ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തോളാം. ഇനി ഈ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിൽ അവനെ കടിച്ചു പറിക്കണം. സാധനം വന്നിട്ടുണ്ട്, പെട്ടെന്ന് വീട്ടിലോട്ട് പോവാ. എന്താടാ സാധനം? ചേട്ടാ ഞാൻ കുളിക്കുക, ആ ബെഡ്റൂമിൽ കിടപ്പുണ്ട് കട്ടിലേല്. ചാടി കയറി ചെന്ന് കഴിഞ്ഞാൽ എന്നെ കടിക്കുവും കുഴപ്പമില്ല, ഒരു കടി കിട്ടിയാലും കുഴപ്പമില്ല. സാധനം എന്ത്? നീ ഇതിന്റെ ഇടയ്ക്കെങ്ങാണം കയറി ഇരിക്കുവാണോ? എടാ ചേർക്ക, ഇവിടെ ഒന്നും ഇല്ലല്ലോടാ ഇത്. അതാ പാവയുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. എടാ ചേർക്ക, ഇവിടെ ഒന്നും ഇല്ലടാ ഇത്. അവിടെ ഇല്ലയോ? ആ പാവയെന്ന് വെച്ച് നിങ്ങൾ അതിനെ എടുത്തെറിഞ്ഞോ? എടാ പട്ടിയെ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞാൽ നീ എന്തോടാ മേടിച്ചോണ്ട് വന്നേക്കുന്നേ? അയ്യോ ഇത് പട്ടിയാ, ടോയ്പിടിൽ. ആളെ കേറ്റാതിരിക്കാൻ വേണ്ടിയാടാ ഞാൻ പട്ടിയെ മേടിക്കാൻ പറഞ്ഞു. ഇതിനെ ഇപ്പം കണ്ടെങ്കിൽ ആൾക്കാർ കയറി വരുമല്ലോടാ. അല്ല, പട്ടി വാങ്ങാൻ ചെന്നപ്പോ ഈ പട്ടി എവിടെ വെച്ച് കണ്ടപ്പോ അറിയാതെ ഞാനങ്ങ്. എടാ ഇതിനെ നോക്കാൻ വേണ്ടി ഞാൻ വേറെ പട്ടിയെ മേടിക്കണമല്ലോടാ. 700 രൂപയ്ക്ക് മേടിച്ചാന്ന് ഈ പട്ടിയെ. എന്നാ വലിയ കുഴപ്പമില്ല. 700 40. 40 രൂപയുടെ മുതലേ ഉള്ളു ഇത്. 40,000. 40,000? എടാ 30,000 രൂപ ചിട്ടി പിടിച്ച പൈസ ആരും കൊണ്ടുപോയിരിക്കാൻ വേണ്ടിയാണ് പട്ടിയെ മേടിക്കാൻ നിന്നോട് പറഞ്ഞത്. 40,000 രൂപയുടെ പട്ടിയെ മേടിച്ചോണ്ട് വന്നേക്കുന്നവൻ. ചേട്ടാ ഇത് EMI 4,000 രൂപ വെച്ച് മാസം അടച്ചാൽ മതി, കുഴപ്പമില്ല. 4,000 രൂപ ഉള്ളൂ എന്നും പറഞ്ഞേ നീ 10 കൂട്ട സാധനം EMI എടുത്ത് വെച്ചേക്കുന്നത്. ഈ EMI അടയ്ക്കാൻ വേണ്ടി 40,000 രൂപയാണ് ഞാൻ മാസം അടച്ചോണ്ടിരിക്കുന്നത്. ചേട്ടാ ഇങ്ങനെ അമറാതെ, ഇവക്ക് സൗണ്ട് ഒന്നും പറ്റത്തില്ല, ചിലപ്പോ ചത്തു, ഹാർട്ട് അറ്റാക്ക് വരും, പേടിയാ. എടാ ഇത് പട്ടി തന്നെ ആണോടാ? പട്ടി സൗണ്ട് ഒന്ന് ഉറക്കാവോ? ഇവക്ക് സൗണ്ട് പറ്റൂല. ഓമയൊന്നും അല്ലടാ സൗണ്ട് ഇല്ലാതെ കേക്കാൻ. അല്ല ഇതിന്റെ പേരെന്തോ ഇട്ടേക്കുന്നത്? എൻ്റെ എക്സ് കാമുകി ഓർക്കാൻ വേണ്ടിയുള്ള പേരാണ് ഇട്ടേക്കുന്നത്. ഞാനൊക്കെ എൻ്റെ എക്സിനെ ഓർക്കുമ്പോഴേ അവിടെയൊക്കെ തന്തയ്ക്കാ വിളിക്കാറ്. ഇതല്ല, ജാനു, ജാനകിയുടെ ജാനു. നല്ലടാ, നല്ല. എന്തായാലും അവൻ മേടിച്ചോണ്ട് വന്ന് ഇനി അതിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഇന്നലത്തെ പഴഞ്ചോറ അതിന് കൊടുക്കാം. ചേട്ടാ ജാനുവിന്റെ ഫുഡ്. ആ ജാനയുടെ ഫുഡ് എന്നാ പഴഞ്ചോറ് കൊടുക്ക്. അയ്യോ ജാനിക്ക് പഴഞ്ചോറൊന്നും പറ്റത്തില്ല, അവക്ക് പ്രത്യേക ഫുഡ് വേണം. ഇത് അതുകൊണ്ട് ആൾ നിന്നിട്ടുണ്ട്. ഇവിടെ ബാക്കിയുള്ളവർക്ക് പഴഞ്ചോറ്, അവക്ക് കഴിക്കാൻ സ്പെഷ്യൽ ഫുഡ്. അല്ല എത്ര Sir, just 4,500 rupees only. ഈ വീക്കിലൊക്കെ ഉള്ളോ? ഇറങ്ങടാ, അനിയനൊക്കെ കാര്യം ശരിയാ, ഇറങ്ങ. സാർ റെഡി ക്യാഷ് വേണമെന്നില്ല, EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. അവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളി കൊടുക്കണം. ഇതിനെ നീ ഇപ്പം നിന്റെ കൂട്ടുകാരനെ തിരിച്ചു കൊണ്ട് കൊടുത്തേക്കണം. എടാ ഇതിനെ മേടിക്കുന്നതിനെക്കാട്ടി പാടാ ഇതിനെ പോറ്റാൻ. 30,000 രൂപ എടുത്താലോ? എടാ അത് പോയാലും എനിക്ക് കുഴപ്പമില്ല. കുഴപ്പമില്ല. ഹലോ അളിയാ, വീട്ടിലേ കുറച്ച് പ്രശ്നം. എന്തുവാ? എടാ നീ ഈ പട്ടിക്ക് തിരിച്ചെടുക്കാവോ? എടാ കൊടുത്താ തിരിച്ചെടുക്കത്തൊന്നുമില്ല. എടാ ഞാൻ നിന്റെ ചങ്കില്ലോടാ. ചങ്കായം കൊണ്ടാ മാന്യമായിട്ട് പറയുന്നത്, ഇല്ലെങ്കിൽ വേറെ ഭാഷ പറയാൻ എനിക്കറിയാം കേട്ടല്ലോ. വെച്ചിട്ടോടാ എന്നെ തിരിച്ചെടുത്തു. ചേട്ടാ ഞാനാണെങ്കിൽ ഒരു എക്സാമിന് പോവാ. ചേട്ടാ ഈ ജാനിനെ നോക്കണം. ഞാൻ നോക്കണം അല്ലയോ? ചേട്ടാ അത്ര പ്രയാസപ്പെടുമൊന്നും വേണ്ട, ഇവിടെ അമ്മ എടുത്തോളാന്ന് പറഞ്ഞു. 200 മാത്രം നോക്കിയാൽ മതി. എടുത്തോണ്ട് പൊക്കോണം, അത് മതി എനിക്ക്.
ഇടയ്ക്കേ ശബ്ദമൊക്കെ ഒന്ന് ഉണ്ടാക്ക്, ജീവനുണ്ടോന്നെങ്കിലും അറിയട്ടെ. ചേട്ടാ 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 എനിക്ക് പട്ടി എന്തിടാ? പട്ടിയമ്മാവുണ്ട്. ആ പോയത് നന്നായി. ചേട്ടാ, ചേട്ടന്റെ ആണോ ടോയ് പുട്ടില്? എനിക്ക് ടോയ് പുട്ടിലിനെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് അതിന് 2-3 ഫോട്ടോസ് ഒന്ന് ഇട്ട് തരുമോ? ആ എന്റെയാ, എൻ്റെ ടോയ്പിടില് ഇഷ്ടമായോ? അതെ, ഞാനവളെ ജാനു എന്നാ വിളിക്കുന്നത്. ഹൗസ് സീറ്റ്, എനിക്ക് ജാനുവിനെ കാണണമെന്നുണ്ട്. ജാനു ഇവിടെ ഇല്ലിപ്പോ. അപ്പൊ ജാനു വരുമ്പോ ഒന്ന് മെസ്സേജ് അയക്കേ. ബൈ. അയ്യോ പോയോ? എൻ്റെ സ്റ്റോറി ഒരു പട്ടി പോലും നോക്കത്തില്ലായിരുന്നു. ഒരു പട്ടി കാരണം ഇപ്പൊ ആരൊക്കെ നോക്കുന്നു. എടാ കേറ ഇങ്ങോട്ട്, കേറ ഇങ്ങോട്ട്. പട്ടി എടുത്ത് കൊടുത്തേക്കുന്നു മോൻ. അമ്മ പട്ടി എന്തി? എടാ എരുത്തിനകത്ത് പശുവിന്റെ കൂടെ നിന്ന് കാടി കുടിക്കുന്നടാ. കാടി കുടിക്കുന്നോ? സാധനം കിട്ടി, കൂടുതൽ സംസാരമൊന്നും വേണ്ട. എന്റെ പൊന്നുമോനെ പോലെ വളർത്തുന്നത്. കാടി കുടിക്കാനേ അത് പശു അല്ല കേട്ടോ. അതെ വന്ന് കേട്ടോ. അയ്യോ, ജാനു വന്നോ? സ്വീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വെറുതെ മാട്രിമോണിലൊക്കെ എടുത്ത് എന്തോരം പൈസ കളഞ്ഞു. ആ സമയത്ത് ഇതുപോലൊരു പപ്പിയെ മേടിച്ചിട്ടിട്ടായിരുന്നെങ്കിൽ എന്തോരം പിള്ളേർ വന്നേനെ. ഇല്ലയോടാ? എടാ പട്ടി എന്തിനാ? പോയി നോക്കണേ എവിടാന്ന് വെച്ചാ. അവനെയൊന്ന് വിളിക്കാം. ഹലോ അളിയാതെ കുഴപ്പമില്ല, ഞാൻ അന്വേഷിച്ചോളാം. നമ്മളല്ലത് ആരാ ആ വീട്ടിൽ കയറി പണിഞ്ഞേ? നീയൊക്കെ ഞാനറിയാ ബിസിനസ് തുടങ്ങിയോടാ. മൊയിലാളി, ഞങ്ങൾക്കറിയത്തില്ല.